നമ്മുടെ ഈ കാണുന്ന ക്രെറ്റയിൽ ഇലക്ട്രോണിക് പാർക്കിംഗ് ബ്രേക്കാണ് വരുന്നത്. പഴയ മോഡൽ ലിവറിലുള്ള ഹാൻഡ് ബ്രേക്ക് വരുന്നില്ല. അപ്പോൾ ഇത് എൻഗേജ് എങ്ങനെയാണെന്ന് വെച്ചാൽ താഴെയുള്ള ഈ ബ്രേക്ക് പെഡലിൽ നമ്മൾ കാല് വെച്ചിട്ട് ഇതിപ്പോൾ ഓൾറെഡി ഹാൻഡ് ബ്രേക്ക് എൻഗേജ്ഡാണ്. അപ്പോൾ ഒരു ഇൻഡിക്കേറ്റർ നമുക്ക് ഈ ക്ലസ്റ്ററിൽ കാണാൻ സാധിക്കും. അപ്പോൾ നമ്മൾ ഈ ബട്ടൺ അമക്കുകയാണെങ്കിൽ അവിടുത്തെ അത് ഡിസെൻഗേജ് ആയിട്ടുണ്ടാവും. നമുക്ക് ഇൻഡിക്കേറ്റർ ഇപ്പോൾ ഓഫാണ്. നമ്മൾ വീണ്ടും ഇത് മേലോട്ടാക്കുകയാണെങ്കിൽ അത് ഓണാവും. അതുപോലെ നമുക്കൊരു സൗണ്ടും കേൾക്കാനായിട്ട് സാധിക്കും. അത് പാർക്കിംഗ് ബ്രേക്ക് എൻഗേജ്ഡ് ആകുമ്പോൾ ഒരു സൗണ്ട് കേൾക്കാൻ പറ്റും. ഇതൊക്കെ നമ്മളിങ്ങനെ കാലിൽ പെഡൽ വെച്ചിട്ടാണ് ചെയ്യാനായിട്ട്, പെഡൽ കാലിൽ വെച്ചിട്ടാണ് ചെയ്യാനായിട്ട് നല്ലത് വർക്കാവുള്ളൂ. അപ്പോൾ ഈ കാണുന്നതാണ് നമ്മുടെ ക്രെറ്റയുടെ നൈറ്റ് എഡിഷൻ. ഈ കളർ കൂടാതെ ബ്ലാക്ക് കളർ കൂടാതെ വൈറ്റ്, ഗ്രേ അങ്ങനത്തെ കളർ ഓപ്ഷനിൽ വരുന്നുണ്ട്. പക്ഷേ ഏറ്റവും കൂടുതൽ ജസ്റ്റിഫൈ ചെയ്യുന്നത് നൈറ്റ് എഡിഷൻ ഞാൻ നോക്കിയിട്ട് ഈ ബ്ലാക്ക് കളറായിരിക്കും. കാരണം ബ്ലാക്കിൽ ആ റെഡ് എലമെൻ്റൊക്കെ വരുമ്പോഴാണ് കുറച്ചുകൂടി ഈ വണ്ടിക്ക് ഒരു ലുക്ക് കൊടുക്കുന്നത്. വൈറ്റ് ചോദിച്ചുന്ന കസ്റ്റമറും ഉണ്ട്, പക്ഷേ ചിലവരുടെ പേഴ്സണൽ ചോയ്സ് ആയിരിക്കാം. പക്ഷേ എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ടത് ഈ ബ്ലാക്ക് കളറാണ്. പിന്നെ ഹെഡ് ലാമ്പൊക്കെ ആ ഒരു പഴയ ഡിസൈനിൽ വന്നേക്കുന്നത് നമ്മുടെ നോർമൽ കട്ടയിൽ വരുന്ന പോലത്തെ താഴെയാണ് ഇൻഡിക്കേറ്റർ വരുന്നത്. പിന്നെ ഗ്രില്ലിൽ മാറ്റം വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റേ പഴയ കട്ടയല്ല, ഇപ്പോൾ ഉള്ള നോർമൽ കട്ടയിൽ നമുക്ക് ഗ്ലോസി, അതായത് ഒരു ക്രോം ഫിനിഷിലായിരിക്കും ഈ ഗ്രില്ല് വന്നിരുന്നതെങ്കിൽ ഇതിൽ നമുക്ക് ഫുള്ളി ബ്ലാക്ക് ആയിട്ടുള്ള ഗ്രില്ലാണ്. അതിൽ തന്നെ ഒരു റെഡ് എലമെൻറ്റ് കാണാൻ സാധിക്കും. സൈഡിലേക്ക് വരാണെങ്കിൽ നമുക്ക് ആ ഒരു വീലിലുള്ള മാറ്റം നമുക്ക് അറിയാൻ സാധിക്കും. കാരണം നോർമലി നമുക്ക് ഡയമണ്ട് കട്ട അലോയ് വന്നിരുന്നെങ്കിൽ ഇത് നമുക്ക് ഫുള്ളി ഒരു ബ്ലാക്ക് ഡോട്ട് ആയിട്ടുള്ള അലോയ് വീൽസ് വരുന്നത്. അതേപോലെ തന്നെ അതിൻ്റെ ഡിസ്കിൻ്റെ കാലിപ്പർ വരുന്നത് റെഡ് കളറിലാണ് സ്പോർട്ടി ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ട്. ഇവിടെ ഒരു ഓട്ടോൻ്റെ ബാഡ്ജിങ് മിററിൽ ഗ്ലോസി ബ്ലാക്ക് ഉണ്ട്. അതുപോലെ തന്നെ ടേൺ ഇൻഡിക്കേറ്റേഴ്സ് അതിൽ തന്നെ ഇൻബിൾഡായിട്ട് വരുന്നുണ്ട്. കീലെസ് എൻട്രി കാര്യങ്ങളൊക്കെ നമുക്ക് ഈ വേരിയൻറ്റിൽ അവൈലബിൾ ആണ്. ഫുള്ളി LED ആയിട്ടുള്ള ബാക്ക് ലൈറ്റാണ് വണ്ടിക്ക് വരുന്നത്. താഴെ കാണുന്ന ഒരു യൂണിറ്റ് LED അല്ല, നോർമൽ ഹലജനാണ്. അത് നമുക്ക് വേണമെങ്കിൽ നമുക്ക് മാറ്റി വയ്ക്കാൻ പറ്റും. ഈ കാണുന്നത് ഹലജന വരുന്നത്, അത് ഫുള്ളി LED വെക്കാനുള്ള ഓപ്ഷനുണ്ട്. പിന്നെ താഴെ ഒരു സ്പോർട്ടി പോലത്തെ ആ ഒരു ഇതും മെയിൻ സാധനം ഇവിടെ നൈറ്റ് എഡിഷൻ്റെ ആ ഒരു ബാഡ്ജിങ് വളരെ വ്യക്തമായിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഡീഫോഗറിൻ്റെ ലൈൻസ് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ബാക്കിൽ വൈപ്പർ ഈ വേരിയൻറ്റിൽ നമുക്ക് അവൈലബിൾ ആണ്. ഷാർക്ക് ഫിൻ ആൻറ്റിൻ്റെ മേലെ കാണാൻ പറ്റും. അപ്പോൾ എക്സ്റ്റീരിയറിൽ നമുക്ക് ചെറിയ ചെറിയ മാറ്റങ്ങളാണ് കട്ടയിൽ വന്നേക്കുന്നത്. ബാക്കിൽ ഡിസ്ക് വരുന്നുണ്ട്, പക്ഷേ അതിൻ്റെ കാലിപ്പർ റെഡ് വരുന്നില്ല. റെഡ് വരുന്നത് ഫ്രണ്ടിൽ മാത്രമാണ്. ഡ്രൈവർ സൈഡ് ഡോർ നമ്മൾ തുറന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫുള്ളി ബ്ലാക്ക് ഇൻറ്റീരിയർ ആയ കാരണം കൊണ്ട് നമ്മുടെ ഡോർ മൊത്തം വന്നേക്കുന്നത് ബ്ലാക്ക് കളറിലാണ്. ഡോറിൽ നമുക്കൊരു ഹാൻഡ് റെസ്റ്റ് ഉണ്ട്, അതിൽ റെഡ് സ്റ്റിച്ചിങ് പറ്റിയ ഒരു സോഫ്റ്റ് മെറ്റീരിയലാണ് വന്നേക്കുന്നത്. പിന്നെ നമുക്കിവിടെ പവർ വിൻഡോയുടെ കൺട്രോൾസ് ഫോൾഡബിൾ മിററാണ് വന്നേക്കുന്നത്. ഡോർ ഹാൻഡിൽസ് അലുമിനിയം ഫിനിഷിൽ വന്നിട്ടുണ്ട്. താഴെ ബോസിൻ്റെ സൗണ്ട് സിസ്റ്റം വന്നേക്കുന്നത് വളരെ മികച്ചതാണ്. ഒരു സ്റ്റോറേജ് സ്പേസ് താഴെ നമുക്ക് അത്യാവശ്യം ബോട്ടിലൊക്കെ വയ്ക്കാം, 1 ലിറ്ററിൻ്റെ ബോട്ടിലൊക്കെ വയ്ക്കാം. AC വെൻസിൽ നമുക്ക് ആ ഒരു റെഡ് എലമെൻറ്റ് കാണാൻ സാധിക്കും. നൈറ്റ് എഡിഷനിൽ വരുന്ന ഒരു ഇതാണ്. പുഷ് സ്റ്റാർട്ട് സ്റ്റോപ്പ് ബട്ടൺ അവിടെ ഉണ്ട്. അതുപോലെ തന്നെ IGS പിന്നെ ട്രാക്ഷൻ കൺട്രോളിൻ്റെ ബട്ടണൊക്കെ അവിടെ ആയിട്ട് വരുന്നുണ്ട്. നോർമൽ കട്ടയിൽ വരുന്ന സമയം തന്നെ സംഭവം തന്നെ. ഇവിടെ നമുക്ക് ഡ്രൈവർ സീറ്റിൽ ഇലക്ട്രോണിക്കലി അഡ്ജസ്റ്റബിൾ ഡ്രൈവർ സീറ്റ് വരുന്നത് വളരെ കൺവീനിയൻസ് ആയിട്ടൊരു ഫീച്ചറാണിത്. സ്റ്റിയറിംഗ് വീല് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഡിസൈനൊക്കെ നോർമൽ സാധാരണ കറക്റ്റായിട്ട് ഡിസൈൻ വന്നിട്ടുണ്ട്. പക്ഷേ അതിൽ നമുക്ക് റെഡ് സ്റ്റിച്ചിങ്ങോട് കൂടിയിട്ടുള്ള ആ ഒരു സ്റ്റിയറിംഗ് വീൽ നമുക്ക് ഈ വേരിയൻറ്റിൽ ലഭിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ ഡിജിറ്റൽ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററാണ് വണ്ടിക്ക് വരുന്നത്. പിന്നെ സ്റ്റിയറിംഗ് മൗണ്ട് കൺട്രോൾസും കാര്യങ്ങളൊക്കെ നമുക്ക് ഈ വേരിയൻറ്റിൽ അവൈലബിൾ ആണ്. പിന്നെ ഇവിടുത്തെ AC വെൻസിലും നമുക്ക് ആ ഒരു റെഡ് സംഭവം കാണാൻ സാധിക്കും. അതുപോലെ തന്നെ 10.25 ഡിസ്പ്ലേ, വളരെ മികച്ച ഡിസ്പ്ലേ ആണിത്. നമുക്ക് വെയിലത്തൊന്നും പ്രശ്നം ഉണ്ടാവില്ല. താഴെ അതിൻ്റെ സ്വിച്ചുകളും കാര്യങ്ങളും കാണാൻ സാധിക്കും. താഴെ നമുക്ക് ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോളിൻ്റെ ബട്ടൺസ് കാര്യങ്ങളൊക്കെ ലഭിക്കും. റോട്ടറി നോബ്സാണ് വരുന്നത്. ചില കാറുകൾ നമ്മൾ ഡിജിറ്റൽ കണ്ടിട്ടുണ്ട്, പക്ഷേ ഡിജിറ്റലിനെക്കാട്ടും എനിക്ക് കുറച്ചുകൂടി കൺവീനിയൻസ് ആയിട്ട് തോന്നിയത് ഇങ്ങനത്തെ റോട്ടറി നോബ്സാണ്. ഡ്രൈവ് ചെയ്യുമ്പോൾ ഉപയോഗിക്കാൻ സുഖം ഇങ്ങനത്തെ റോട്ടറി നോബ്സാണെന്നാണ് എനിക്ക് തോന്നുന്നത്. താഴെ നമുക്ക് 12 വോൾട്സിൻ്റെ ആ ഒരു പവർ സോക്കറ്റ്, അതുപോലെ തന്നെ USB ചാർജിങ്, ഫാസ്റ്റ് ചാർജിങ് വരുന്നുണ്ട്. ഇലുമിനേറ്റർ ആയിട്ടുള്ള പോർട്സാണ് വണ്ടിക്ക് വന്നിരിക്കുന്നത്. താഴെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഡ്രൈവ് മോഡ്സ്, മൾട്ടിപ്പിൾ ഡ്രൈവ് മോഡ്സ് നമുക്ക് അവൈലബിൾ ആണ്. അതുപോലെ തന്നെ ഓട്ടോ ഹോൾഡ് ഫംഗ്ഷൻ ഉണ്ട്, വളരെ കൺവീനിയൻസ് ആയിട്ട് ഫീച്ചറാണ്. പിന്നെ നമുക്ക് ചൂട് സമയ കാരണം കൊണ്ട് വെൻറ്റിലേറ്റഡ് സീറ്റ്സ്, അതിപ്പോഴത്തെ ഒരു എന്താ പറയുക വളരെ അത്യാവശ്യമായിട്ടുള്ള ഫീച്ചറാണത്. അതുപോലെ തന്നെ ഗിയർ നോബിൽ ഒരു റെഡ് സ്റ്റിച്ചിങ് അത് ഈ വേരിയൻറ്റ് വരുന്നതാണ്. അതുപോലെ സീറ്റ് ബി നമുക്കത് കാണാനായിട്ട് സാധിക്കും. സ്പോർട്ടി ലുക്ക് നമുക്ക് അവിടെ കിട്ടാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഇവിടെ നമുക്കൊരു സ്റ്റോറേജ് സ്പേസ് വരുന്നുണ്ട്. ഇതുപോലത്തെ കീയും കാര്യങ്ങളൊക്കെ നമുക്ക് അവിടെ വയ്ക്കാം. കപ്പ് ഹോൾഡേഴ്സാണത്. അതുപോലെ ഹാൻഡ് റെസ്റ്റിൽ പ്യൂരിഫയർ വരുന്നുണ്ട്. അതുപോലെ അതിനുള്ളിൽ നമുക്കൊരു സ്റ്റോറേജ് സ്പേസും വരുന്നുണ്ട്. അത്യാവശ്യം കാര്യങ്ങളൊക്കെ നമുക്ക് വേണമെങ്കിൽ അതിലും സൂക്ഷിക്കാനായിട്ട് സാധിക്കുന്നതായിരിക്കും. കോ ഡ്രൈവറുടെ സൈഡിൽ നമുക്ക് വാനിറ്റി മിറർ വരുന്നുണ്ട് ഷെയ്ഡിനുള്ളിലായിട്ട്. അതുപോലെ തന്നെ ഇവിടെ നമുക്ക് ഒരു മാപ്പ് ലാംപ്സ് കോ ഡ്രൈവർക്കും സെപ്പറേറ്റ് മാപ്പ് ലാംപ്സ് വരുന്നുണ്ട്. അതുപോലെ നമ്മുടെ ഗ്ലാസ് ഹോൾഡർ, സൺഗ്ലാസ് ഹോൾഡർ എല്ലാ വണ്ടിക്ക് വരുന്ന ഫീച്ചർ തന്നെയാണ്. പക്ഷേ ഈ പാനറാമിക് സൺറൂഫ് എനിക്ക് കാണുമ്പോൾ അത് തുറക്കാൻ തോന്നും. കാരണം ഇത് വളരെ വലിയ ക്രെറ്റയുടെ സൺറൂഫ്, പാനറാമിക് സൺറൂഫ് എന്ന് പറഞ്ഞാൽ നല്ല വലിപ്പമുള്ളതാണ്.
അതുപോലെ തന്നെ ഇത് ഞാൻ വാഷ് ചെയ്തപ്പോൾ നല്ല രസമായിരുന്നു. ഇത് തുറന്ന് വെച്ചിട്ട് ആ വെള്ളം പെയ്ത് കാണാനായിട്ട്. മഴക്കാലത്തൊക്കെ നമ്മൾ തുറന്നിട്ട് പോവുകയാണെങ്കിൽ, തുറന്നിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഈ ഷെയ്ഡ്സ് മാറ്റിട്ട് പോവുകയാണെങ്കിൽ നല്ല രസമായിട്ട് പോകാൻ സാധിക്കും. ഇത് പൊക്കുന്നില്ല, കാരണം പുറത്ത് വരെ ചൂടാണ്, ഇതിനുള്ളിൽ ചൂട് കയറും. പിന്നെ ഈ വരുന്ന ആ ഒരു കർട്ടൻ ഉണ്ടല്ലോ, അതിൻ്റെ ക്വാളിറ്റി നല്ല എന്താ പറയുക, ടോപ്പ് നോച്ച് ക്വാളിറ്റിയിൽ വരുന്നത്. വേറെ വണ്ടിയായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാകും. പാസഞ്ചർ സൈഡ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബാക്കിലെ ഡോർ നമ്മൾ ഓപ്പൺ ആക്കി നോക്കാം. അവിടെ നമുക്ക് ആ ഒരു ഫുള്ളി ബ്ലാക്ക് ഫിനിഷുള്ള ഡോറ് വന്നേക്കുന്നത്. പിന്നെ നമ്മൾ ഡ്രൈവർ സൈഡിൽ കണ്ട പോലത്തെ ആ ഒരു ഹാൻഡ് റെസ്റ്റുമേ റെഡ് സ്റ്റിച്ചിങ്ങോട് കൂടിയിട്ട് സോഫ്റ്റ് മെറ്റീരിയൽ വന്നിട്ടുണ്ട്. ബോസിൻ്റെ സ്പീക്കറിൻ്റെ പ്ലേസ്മെൻറ്റ്, അതുപോലെ തന്നെ താഴെ സ്റ്റോറേജ് സ്പേസ് ഡ്രൈവർ സൈഡിന് അത്രയ്ക്ക് വലുതല്ല എന്നാലും. പക്ഷേ ക്യാബിൻ വളരെ വലുതാണ്, വളരെ സ്പേഷ്യസ് ആയിട്ടുള്ള ക്യാബിനാണ്. അതുപോലെ തന്നെ ഹെഡ് റെസ്റ്റുമത്തെ ഈ ഫോം ഉണ്ടല്ലോ, വളരെ കംഫർട്ടബിളായിട്ട് നമുക്ക് തലവെച്ച് ഇതിൽ പോകാൻ സാധിക്കും. അതുപോലെ സീറ്റിൻ്റെ ക്വാളിറ്റിയൊക്കെ നമ്മൾ നോക്കുകയാണെങ്കിൽ വളരെ പ്രീമിയം ലെവൽ വന്നിട്ടുണ്ട്. പിന്നെ ബാക്ക് സൈഡിൽ നമുക്ക് കൺവീനിയൻസ് ആയിട്ട് റിയർ എ സി വെൻറ്റ്സ് ഉണ്ട്. അതിന് താഴെയായിട്ട് ഫാസ്റ്റ് ചാർജിങ്ങിൻ്റെ ഇലുമിനേറ്റഡ് പോർട്ട് വരുന്നുണ്ട്. ഫോൺ വെക്കാനുള്ള സ്പേസ് നമുക്ക് അവിടെ വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ലോങ് ട്രിപ്പൊക്കെ പോവുകയാണെങ്കിൽ ഫോൺ അവിടെ ചാർജിന് ഇട്ടിട്ട് നമുക്ക് സുഖമായിട്ട് കൺവീനിയൻസ് ആയിട്ട് ഇരിക്കാനും സാധിക്കും. വണ്ടിയുടെ ഡാഷ് ബോർഡിൻ്റെ ഡിസൈൻ നോക്കുകയാണെങ്കിൽ ഫുള്ളി ബ്ലാക്കും അതിൽ കൂടെ തന്നെ റെഡ് എലമെൻറ്റൊക്കെ വന്നിട്ട് ഒരു സ്പോർട്ടി ഫീൽ നമുക്ക് വണ്ടിയിൽ കിട്ടും. സാധാരണ നോർമൽ കട്ടിനെ വെച്ചിട്ട് നമുക്കൊരു വേറെ എന്താ പറയുക, ഫുള്ളി ബ്ലാക്കിൻ്റെ ഒക്കെ അഴുക്ക് പിടിക്കത്തില്ല, അത് വേറെ കാര്യം. പക്ഷേ നമുക്കൊരു സ്പോർട്ടി ഫീല് അല്ലെങ്കിൽ ഡിഫറെൻറ്റ് ഫീല് നമുക്ക് ഇതിൻ്റെ ഇൻറ്റീരിയറിൽ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ നൈറ്റ് എഡിഷൻ എടുക്കാൻ താല്പര്യമുള്ള ആൾക്കാർക്ക് സ്ക്രീനിൽ കാണുന്ന നമ്പറേക്ക് വിളിച്ചിട്ടുണ്ടെങ്കിൽ കറണ്ട് ഓഫേഴ്സ്, അതുപോലെ തന്നെ ഇപ്പോഴത്തെ ഓൺ റോഡ് പ്രൈസ് കാര്യങ്ങളൊക്കെ അറിയാനായിട്ട് സാധിക്കുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ ചെറിയൊരു വീഡിയോ. താങ്ക്സ് ഫോർ വാച്ചിങ്. അടുത്ത വീഡിയോയിൽ കാണാം.